എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ അവളിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ നാടിന്റെ ഒരു പ്രകൃതി നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോവാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. നാടിന്റെ മുഴുവനൊന്നും ഇല്ല കേട്ടോ, നമ്മളെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് വ്യൂസ് നിങ്ങൾക്ക് കാട്ടിത്തരാണ്. അപ്പം നമുക്ക് കിടക്കാം. ആദ്യം തന്നെ നിങ്ങൾ കാണുക, ഇത് കൂടെ ഒരു കുറച്ച് വെള്ളം അങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അവിടുന്ന് വരികയാണ്, ഇത് കൂടെയാണ് ഒഴുകി പോകുന്നത് ഗൈസ്. കണ്ടോ, അപ്പം ഇതൊക്കെ അവിടെ കൂടെ വരുന്ന വെള്ളമാണ്. ഞങ്ങളെ റോഡിന്റെ സൈഡിലായിട്ട് അവിടെ ഞങ്ങളെ റോഡിന്റെ സൈഡിലായിട്ട് അവിടെ ഒരു ചോലയാണ് വെള്ളം ഞങ്ങളെ റോഡിന്റെ കൂടെ ഒലിച്ചു വരികയാണ്. അപ്പൊ ഇവിടെ നല്ല അടിപൊളിയാണ്. നല്ല വെള്ളം വരുമ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ഓടി കളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ നല്ല രസമാണ്. പക്ഷെ വൈകി കൊണ്ട് നോക്കണം. ഇത് കൂടെ ഇപ്പൊ വെള്ളം ഇങ്ങനെ ഒഴുകി പോവാണ് ഗൈസ്. കണ്ടോ, ഈ സ്ഥലത്ത് കൂടെ ഇങ്ങനെ ഒഴുകി ഇതിൽ കൂടെയാണ് പോവാ ഗൈസ്. കണ്ടോ, പോയി ഇവിടെത്തി. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഷാട്ടം ചാടും ചെറുതായിട്ട്. കണ്ടോ ഗൈസ്, അപ്പൊ അങ്ങോട്ട് ശ്രദ്ധിക്കണം ഗൈസ്. ഇത് സെറ്റപ്പായിട്ട് ഇവിടെ ഇങ്ങനെ ചാടും. ഇനി നമ്മൾ അടുത്ത സ്ഥലം അടിത്തരാം. ഇവിടെ ഈ സൈഡ് മൊത്തം കാടാണ്. ഈ സൈഡും മൊത്തം കാടാണ്. ഇവിടെ കുറച്ച് തെങ്ങും കാര്യങ്ങളും കുരുമുളകും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗവും പിന്നെ വായ, പന, കവുങ്ങ് അങ്ങനത്തെ ചില മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ സൈഡിലായിട്ട്. അത് കൂടെ ഒരു വഴി ഉണ്ട്. ഇവിടെ മൊത്തം കാടാകുന്നുണ്ട്. ഇവിടെ ഇപ്പം വെള്ളം ഇങ്ങനെ ആയി. നല്ല സെറ്റപ്പ് സ്ഥലമാണ്. പിന്നെ നമ്മൾ ഇതിൽ കൂടെ ഒരു റോഡുണ്ട്. റോഡല്ല, ചെറിയൊരു നടവഴി, അത് പറയാം നടവഴി. ആ നടവഴി കൂടെ നമ്മൾ പോവാണ്. അതിൽ കൂടെ പോയാൽ ഇനി ആ വെള്ളം എവിടത്തും പോകുന്നത് ഒരു തോട്ടിക്കാണ് വന്ന് ചേരുന്നത്. നമ്മൾ അവിടത്തും പോകുന്നില്ല. അവിടെയൊക്കെ ചിലപ്പം നമ്മളെ കൊണ്ട് പോകാൻ പറ്റൂല. അപ്പൊ നമ്മള് അവിടേക്ക് പോകുന്നില്ല. നമ്മള് കുറച്ചും കൂടി ഇങ്ങോട്ടൊന്ന് പോയി നോക്കാൻ പോവാണ്. ഇവിടെ ഇപ്പൊ നല്ല ഇങ്ങനെ സെറ്റപ്പായി വരുന്നുണ്ട്. സെറ്റപ്പായി വരുന്നുണ്ട് ഗൈസ്. നല്ല സെറ്റപ്പ് സ്ഥലമാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, കമന്റും ചെയ്യണം. നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇപ്പൊ സെറ്റപ്പായിട്ട് സ്ഥലത്തേക്ക് നമ്മൾ എത്താൻ പോകണം. ചുറ്റും ചേമ്പൊക്കെയാണ് ഗൈസ്. ഉണ്ടോ, ഇവിടെ ഒരു നാരങ്ങന്റെ മരമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പൂളുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഗൈസ്. ചേമ്പിന്റെ തണ്ടിൽ ഒരു ജന്തു ഇരിക്കുന്നു പറവേ ഗൈസ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ചെറുതായിട്ടൊരു പാലുണ്ട്. അതിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. കണ്ടോ, നമ്മളൊക്കെ നടവായിക്കൂടെ ഇങ്ങനെ പോവാണ് ഗൈസ്. ഇവിടെയൊക്കെ നല്ല പ്രകൃതി രമണീയമായ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. ഇവിടെയൊക്കെ നല്ല അടിപൊളി പെർഫെക്റ്റ് ഓക്കെ സ്ഥലമാണ്. ഇവിടെ സെറ്റ് ആയി. എന്താ ശമ്പൂത്ത് പറക്കുന്നുണ്ട്. അതില് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടറിയില്ല. ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെയും കുറച്ച് കാടുകൾ. സത്യം പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ രമണീയമായ സ്ഥലമാണ്. രമണീയമായ സ്ഥലം. ഇനിയിപ്പോ എന്താ നമ്മുടെ റോഡെത്തി. അതിൽ കൂടെ കുറച്ച് കൊണ്ട് ഇതിലേക്കൂടെ പോവാണ്. ഈ ചെടി എന്താ നിങ്ങൾക്കറിയോ? കൃഷ്ണ കിരീടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ്. കഴിഞ്ഞ വീഡിയോക്ക് ഇതിന്റെ പേരറിയില്ലെന്ന് പിന്നെ അത് പഠിച്ചു വന്നു. കൃഷ്ണ കിരീടം ആണ് ചെടിയുടെ പേര്. നമ്മൾ ഇതിലേ കൂടെ ഇങ്ങനെ പോവാണ്. ഏറ്റവും എല്ലാ പ്രകൃതിയിലാണ്. ഇതിലേ കൂടി ഒരു വഴിയുണ്ട്. പക്ഷെ നമ്മൾ ഇതിലേ കൂടെ പോകുന്നത്. അവിടെ ഒരു വീടുണ്ട് ഗൈസ്. കണ്ടോ, രമണീയമായ സ്ഥലം. അത് നമ്മളെ അങ്കലവാടിയാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെയൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല ശ്രദ്ധിച്ച് വേണം നോക്കി പോകാൻ. ഇവിടെ കിണറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. അല്ലാതെ അതിൽ പോയി വീഴാൻ നിൽക്കരുത്. പിന്നെ ആകെ സീനാവും, ആകെ സീമന്ത കോൺട്രാവും. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നല്ല ശ്രദ്ധിച്ച് നോക്കി പോകണം എങ്ങോട്ട് പോകണമെങ്കിലും.
ഇവിടെ എത്തിയപ്പോ ഗായ്സ് നല്ല പച്ചപ്പ്, എല്ലായിടത്തും പച്ചപ്പ്. ഇവിടെ കുറച്ച് പൂളയുമുണ്ട്. പൂള 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 നല്ല അടിപൊളി പൂള. ഇവിടെ വെയിലൊക്കെ കെട്ടിന്. നമ്മളെ ആകാശം നിലവ്, അടിപൊളി ആകാശം. അവിടെ ഒരു ഇങ്ങനെ വളഞ്ഞ് ചെരിഞ്ഞ് നിൽക്കുന്നു ഗായ്സ്, ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഒഡിയാൻസ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിലേ കൂടി ആ ചോട്ടാളി ചോട്ടാലി അതുകൂടെ നമ്മളെ ചോട്ടാലി പോകുന്നുണ്ട്. അതുകൊണ്ട് അതിൽ കൂടെ വെള്ളം ഒഴിക്കുന്നത് അത് ഞാൻ പോകുമ്പോൾ കാട്ടിത്തരാം. പിന്നെ ഈ പൂവുണ്ട് ഗൈസ്, ഇവിടെ ഒരു പൂവുണ്ട്. ഈ പൂവ് എന്ത് പൂവാണെന്ന് അറിയില്ല. പ്ലാവുണ്ട്, ഒരു അടിപൊളി പ്ലാവുണ്ട്. ഇവിടെ ഒരു തേക്കുണ്ട്. ഇതെന്തിന്റെ മരമാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇത് നമ്മളെ വിഷുവിന് വെക്കുന്ന കൊന്നപ്പൂവിന്റെ മരമാണ്. ഇവിടെ ഒരു വീടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു വീട് പണിയൊക്കെ തുടങ്ങിന്. പിന്നെ ഇവിടേക്ക് ഇങ്ങനത്തെ മാതിരി തന്നെയാണ്. പിന്നെ അവിടെ ഒരു വേറൊരു വീടുണ്ട്, അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. അവിടെയൊക്കെ പിന്നെ അവിടെയൊക്കെ നിറച്ച് വീടുകാരാണ്. പിന്നെ അവിടെ കർമ്മൂസം നിൽക്കണുണ്ട് ഗൈസ്. പിന്നെ ഇവിടെയൊക്കെ പുല്ല് നിറഞ്ഞ് നല്ല സെറ്റപ്പ് സ്ഥലമാണ്. ഇവിടെ കർമ്മൂസം ഒന്ന് കാട്ടി തരാം. ഇതുണ്ട് ഗൈസ് കർമ്മൂസ, നല്ല ചെറിയ വലിയ കർമ്മൂസ. നമ്മൾ ഇവിടുന്ന് നല്ല സ്കൂട്ടാൻ പോവാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകാം. പോവാണ് ഗൈസ്. നമ്മൾ നേരത്തെ കണ്ടേ ചോലാട്ടിക്ക് നമ്മൾ പോകാൻ പോവാണ്. ശ്രദ്ധിച്ചിറങ്ങാം. ചോട്ടാലിയിൽ വയ്യാൻ ക്യാൻസ് നമ്മൾ ശ്രദ്ധിച്ചിറങ്ങാം. കണ്ടോ ഗൈസ് നമ്മളെ ചോലാട്ടി അല്ലെ ചോട്ടാലി. ഒരു മീൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് പോയി. ഇവിടെ അടിയിലൊരു മീന് കിടക്കുന്നു. കണ്ടോ അവിടുന്ന് ഇങ്ങനെ ഇളക്കി കളിക്കുന്നുണ്ടോ ഗൈസ്? കണ്ടോ ആ നമ്മളെ മീനുണ്ട്. ഇതിൽ കുറെ മീനുണ്ട്. ഇതിലൂടെ ഇങ്ങനെ ഒലിച്ചു പോവാണ്. ഇവിടെയൊക്കെ നല്ല വെള്ളം വന്നാണ്. പ്രളയമൊക്കെ വരുമ്പോ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളത്തിൽ കണ്ടോ ഗൈസ്? ഒരു മീൻ ഒഴുകി പോകുന്നു. അടുത്തത് ഇവിടെ അങ്ങനെ നിന്നാ മതി, മീനുകൾ വരുന്ന നമുക്ക് കാണാൻ പറ്റും. മീനൊന്നും ഇവിടെ വരുന്നു അല്ല പോണു ഗൈസ്. കണ്ടോ ഞാൻ അടിത്തരാം. ഇപ്പൊ ഇത് കൂടെ ഒരു മീൻ ഇപ്പൊ പോവും. കണ്ടോ ആ അരുവില് മീനുകൾ ഇങ്ങനെ നിക്കണുണ്ടോ? കണ്ടോ സെറ്റ് പോയേ. നല്ല മഴ വരുന്നുണ്ട്. നമുക്കിവിടെ ആ കണ്ട വീട്ടില് നമുക്ക് കേറി നിക്കാം. വെറുതെ മഴ കൊണ്ട് സീനാക്കണ്ട, നമുക്ക് അവിടേക്ക് കയറിക്കാൻ പോവാം. ആ കൃഷ്ണഗിരി പറഞ്ഞ പൂവിന്റെ ആറാട്ടാണ് ഇവിടെ. കണ്ടോ ഇവിടെയൊക്കെ കൃഷ്ണഗിരി പൂവാണ്. അത് അവിടെ കൃഷ്ണഗിരി, ഇവിടെ കൃഷ്ണഗിരി, എല്ലായിടത്തും കൃഷ്ണഗിരി, ഇവിടെ കൃഷ്ണഗിരി, എല്ലായിടത്തും ഉണ്ട് ഈ സാധനം. അവിടെ ആ കാണുന്ന സ്ഥലത്തൊക്കെ കൃഷ്ണഗിരിയാണ്. കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അവിടെയൊക്കെ കൃഷ്ണഗിരിയാണ്. ആ ചോപ്പ് കാണുന്നതൊക്കെ കൃഷ്ണഗിരിയാണ്. ഇതൊരു പൂവാണ് ഗൈസ്, സെറ്റപ്പ് പൂവ്. ഇതിവിടെ ചോട്ടാലിയാണ്. ഇത് കൂടെ സ്റ്റെപ്പുണ്ട്. പക്ഷെ നമ്മളിത് കൂടെ പോകുന്നില്ല. ഇവിടെയുണ്ട് കൃഷ്ണഗിരി. ഇത് എവിടെ വരെ ഉണ്ടോന്ന് അറിയില്ല. എല്ലായിടത്തും ഉണ്ട് ചോട്ടാലി. ഇങ്ങനെ കുറേ ദൂരമുണ്ട് ഈ ചോട്ടാലി. നമ്മളവിടെ കണ്ണ് കഴിയുന്ന സ്ഥലം വരെ നമ്മൾ പോയി വെക്കണം. നല്ല മരുന്നുണ്ട്, മുട്ടാൻ മരുന്നുണ്ട്. നമ്മള് എവിടെ നമുക്ക് പറ്റുന്ന സ്ഥലം വരെ വേഗം പോയിട്ടുണ്ട്. പോയി ഒരു സ്ഥലത്തെത്തിയാണ്. എവിടെ വാഴക്കൊല വീണ് എടുക്കുന്ന ഗേസ്, കാറ്റുകൊണ്ട് മറിഞ്ഞു പോയി ഗേസ്. ഇവിടെയൊക്കെ കവുങ്ങിൻ തോട്ടമാണ്. കവുങ്ങിന്റെ ഒരു കുരുക്ഷേത്രം തന്നെ ഉണ്ട് ഇവിടെ. നമ്മുടെ ഗൈസ് ഇതാണ് നിങ്ങൾ കാണേണ്ടത്. കണ്ടോ ഇവിടെ കണ്ടോ ഇങ്ങനെ ഈ പാടത്തിൽ കൂടെ ഇങ്ങനെ നടുവ് കൂടെ കുറെ സ്ഥലങ്ങളുണ്ട്. അവിടെ ആ ഇടയിൽ മൊത്തം വെള്ളമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം ഗൈസ്. കണ്ടോ ഇവിടുന്ന് അതേ കുറച്ച് വലിയതായിട്ടുള്ളൊരു ചോട്ടാലി ഉണ്ട്. പിന്നെ
ഇവിടെ ഒരു ടൈഗർ ഫിഷ് എന്നൊക്കെ പറയും. നിങ്ങളവിടെ എന്താന്ന് അറിയില്ല. നിങ്ങളവിടെ എന്താ പറയണെന്ന് അറിയില്ല. ടൈഗർ ഫിഷ് ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. കാട്ടിത്തരാം. കണ്ടോ ഗേസ്, പോകുന്നതാണ് ടൈഗർ ഫിഷ്. പിന്നെ ഇതുകൂടൊക്കെ അങ്ങനത്തെ കുറെ ഇവിടൊക്കെ അവിടെ കൃഷിയുണ്ട്. അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതുകൂടെ ഒരു വേരൊക്കെ ഉണ്ട്. ഇതിന്റെ ചൂട്ടിയാണ് ഇവിടെ കയറണേ. ഇതവിടെ ഒരു മാങ്ങ ഉണ്ട് ഗൈസ്, നല്ല അടിപൊളി മാവുണ്ട്. ഇവിടെയൊക്കെ സാധനങ്ങളുണ്ട്. കണ്ടോ ഗൈസ്, കണ്ടോ ഇവിടെ വെച്ച് വെള്ളച്ചാട്ടം കേട്ടോ. ഇവിടെ ചോട്ടാലി കൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. പിന്നെയാണ് ഒരു ട്വിസ്റ്റ്. കണ്ട ഗൈസ്, നാരങ്ങ നമ്മളെ കടയിൽ നിന്ന് വാങ്ങണ അതേ സാധനം തന്നെയാണ്. പഴുത്തിട്ടില്ല. നമ്മളിവിടുന്ന് നമുക്ക് ചോദിക്കുമ്പോൾ തരലുണ്ട്, പക്ഷെ ഇത് പഴുത്തിട്ടില്ല. അത് നമ്മളൊന്നും എടുക്കുന്നില്ല. ചോദിച്ചിട്ട് പഴുത്തിട്ടില്ല എന്നാ പറഞ്ഞു. അപ്പൊ നമ്മൾ ഒന്നും എടുക്കുന്നില്ല. ഇവിടെ നല്ല സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നമ്മളെ ചെമ്പരത്തി ഉണ്ട്. അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് ഇവിടെയൊക്കെ. നല്ല സെറ്റപ്പ് വൈബാണ്. നിങ്ങളവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളിവിടെ കണ്ട്. കുറച്ച് സാധനങ്ങളെ കാട്ടിത്തരാം. നമ്മളിവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഇവിടെ ഭയങ്കര ഇരുട്ടായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇരുടുന്നല്ല. ഈ മാവ് കണ്ടോ നിങ്ങൾ? മാവന്നെയാണോ അറിയില്ല. കുറെ മാവിൻ്റെ എല്ലാം മാവിൻ്റെ തന്നെയാണ്. നിറച്ച് തണലായി പോയി അവിടെ നിന്നപ്പോൾ. ഇനി കുറച്ച് തന്നെ കഴിയുമ്പോൾ വെളിച്ചം വരും. അടിപൊളി സ്ഥലം. നിങ്ങളോട് എന്താ പറയാൻ പറ്റുന്നത് നമുക്കറിയുന്നില്ല, പക്ഷെ നല്ല സെറ്റ് വൈബാണ്. നിങ്ങൾ തീർച്ചയായും പോയി നോക്കാമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമായി മാത്രം പോയാൽ മതി. കാരണം അവിടെ ജന്തുക്കളും അങ്ങനത്തെ പോലെ സ്ഥലം ഓരോരോ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ പഠിക്കാൻ ചിലപ്പോൾ നല്ല ശ്രദ്ധിച്ചു പോവാം. തേക്കിന്റെ പൂവിട്. ഇതിൽ നിന്ന് നമുക്ക് എന്താ വരുന്നത്? ഇല. ഈ പൂവാണ് ഈ ഇലയായി വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. ഇനി അവിടെ എത്തിയിട്ടും ഇതേ കാറ്റുള്ളൂ. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഈ സാധനം ഇതെന്താ സെറ്റപ്പ് സാധനമാണ്. ഇത് നല്ല ഇഷ്ടമാണ് എനിക്കിത്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സാധനമാണ്. പിന്നെ നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് വെച്ച് വല്ലാതെ കളിക്കാൻ നിൽക്കരുത്. ഈ സാധനം നമ്മളെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ നമ്മളെ കൈ മതിയെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കരുത്. നമ്മൾ ഇത് വെള്ളത്തിലേക്ക് ഇടാൻ പോകുന്നു. ഒഴുകി പോകുന്നു. അവിടെ ഭയങ്കര ഇഷ്ടമുള്ള അത് നമ്മൾ തിരിച്ചു വിട്ട് അവിടെയുള്ള ഇത് കാട്ടിത്തരാം. നമ്മൾ തിരിച്ചു പോകാൻ വന്ന വഴിക്ക് താണ്ടി നമ്മൾ തിരികെ പോകാൻ പോവുകയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി നാളെ കേൾക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം നിങ്ങൾ ചെയ്യുക. പിന്നെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ചോപ്പ് പ്രശ്നം നോക്കിയിട്ട് ആ ബെല്ലൊന്ന് ആളാക്കിയിട്ട് ആ ബെല്ലൊന്നുകൂടെ അങ്ങനെ ആളാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ എല്ലാ ബെല്ലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ.